ഉമേഷ് ബാലകൃഷ്ണൻ നൽകും വിശദാംശങ്ങൾ. ഉമേഷ്, എന്തായാലും കുറെ കാലം ഇത് കട്ടപ്പുറത്ത് മാറ്റിയിട്ടിരുന്നു. അതായത് ബാത്റൂമിന്റെ സീറ്റ് മാറ്റണമെന്ന് തുടങ്ങിയ ആവശ്യങ്ങളും വിശദീകരണമാണ് നൽകിയത്. ഒരു ലാഭവും ഇല്ലാതെ ബാംഗ്ലൂർ റൂട്ടിൽ നേരത്തെ ഉമേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ബാംഗ്ലൂർ റൂട്ടിൽ ഓടിയിട്ടും ഒരു ലാഭവും ഉണ്ടാക്കാനായിട്ടില്ല നവകേരള ബസ്സിന് എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും ഇതിനും കൂടുതൽ ചിലവാകില്ലേ പണം? തീർച്ചയായും. നേരത്തെയുള്ള നവകേരള ബസ് ആദ്യം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ വേണ്ടി നിർമ്മിച്ചത് ആകെ ചിലവ് 1,05,00,000 രൂപയായിരുന്നു. അതിൽ 64 ലക്ഷം രൂപയും ഇന്റീരിയറും അതിൻ്റെ ബോഡിയും നിർമ്മിക്കാൻ വേണ്ടിയാണ് SM കണ്ണപ്പ എന്ന സ്വകാര്യ സ്ഥാപനത്തിന് നൽകിയത്. ആ സ്ഥാപനത്തിന് തന്നെ ഇത് രണ്ടാം തവണ ഇത് പൊളിച്ചു പണിയാൻ ഇപ്പോൾ കൊട്ടേഷൻ നൽകിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ശേഷം KSRTC കൈമാറുന്നതിന് മുമ്പ് ഇതിൻ്റെ സീറ്റുകളിൽ ക്രമീകരണങ്ങൾ വരുത്തിയിരുന്നു. സീറ്റുകൾ പുഷ് ബാക്ക് ആക്കിയിരുന്നു, സീറ്റുകളുടെ വലിപ്പം കുറച്ചിരുന്നു, തുടങ്ങി നടപടികൾ അന്ന് നടത്തിയിരുന്നു. എന്നിട്ടാണ് അന്ന് 25 സീറ്റാക്കി, ഡ്രൈവർ ഉൾപ്പെടെ 25 സീറ്റ് എന്ന രീതിയിൽ സർവീസിന് വേണ്ടി ഇറക്കിയത്. അത് ബുക്കിങ്ങിന് ഒരുപക്ഷെ 24 സീറ്റേ ലഭിക്കുകയുള്ളൂ, ബാക്കി 1 ഡ്രൈവറുടെ സീറ്റ് എന്ന നിലയിൽ. ആ 24 സീറ്റ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലാണ് സർവീസ് നടത്തിയത്. എന്നാൽ ടിക്കറ്റ് നിരക്ക് വലിയ ഉയർന്ന നിലയിലായിരുന്നു. കാരണം ഇതിന് മറ്റ് സൗകര്യങ്ങൾ, ആഡംബര സൗകര്യങ്ങളുണ്ടായിരുന്നു, ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, മറ്റ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ടായിരുന്നു, പാൻട്രി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൂപ്പർ ലക്ഷറി ടാക്സ് കൂടി ഇതിന് അടയ്ക്കേണ്ടതുണ്ടായിരുന്നു. 1400 മുകളിലാണ് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലെത്താൻ ടിക്കറ്റ് നിരക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഉയർന്ന ടിക്കറ്റ് നിരക്കായതുകൊണ്ട് തന്നെ കാര്യമായി ആരും ഈ ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂരിലേക്ക് പോകുകയോ തിരികെ വരികയോ ചെയ്യുന്നിരുന്നില്ല. ഉത്സവ സീസണുകളിൽ മാത്രമായിരുന്നു അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏകദേശം 1.5 മാസത്തിലധികമായി കോഴിക്കോട് കട്ടപ്പുറത്തായിരുന്നു ബസ് സർവീസ് നടത്താൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ബാംഗ്ലൂരിലെ കർണാടകയിലെ SM കണ്ണപ്പ എന്ന വർക്ക്ഷോപ്പിലേക്ക് വീണ്ടും കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൻ്റെ പാൻട്രി ഏരിയയിൽ പൊളിച്ചു മാറ്റം. പാൻട്രി ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വാതിലുമുണ്ട്. ആ പാൻട്രി ഏരിയയുടെ പൂർണ്ണമായി പൊളിച്ചു മാറ്റി അവിടെ 4 സീറ്റുകൾ വയ്ക്കും. ഒപ്പം ടോയ്ലറ്റ് ഇപ്പോൾ അത് യൂറോപ്യൻ ക്ലോസറ്റാണ്. ആ യൂറോപ്യൻ ക്ലോസറ്റ് മാറ്റി ഇന്ത്യൻ ക്ലോസറ്റ് ആക്കും. യൂറോപ്യൻ ക്ലോസറ്റ് ബസ്സിൽ കയറുന്ന യാത്രക്കാർ വൃത്തിയായി സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് മാറ്റണമെന്നുള്ള നിർദ്ദേശം KSRTCക്ക് വന്നു. അതുകൊണ്ട് തന്നെ വലിയ ചിലവിൽ നിർമ്മിച്ച ക്ലോസറ്റ് അത് മാറ്റി വീണ്ടും ഇന്ത്യൻ ക്ലോസറ്റ് വയ്ക്കും. അതുകൂടാതെ ഇത് ഉയർന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ബസ്സുകളുടെ സീറ്റുകൾ ക്രമീകരിച്ചിരുന്നത്. പ്ലാറ്റ്ഫോമുകൾ അഡ്ജസ്റ്റ് ചെയ്യും. പുഷ് ബാക്ക് സീറ്റ്, ഓരോ സീറ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് മാറ്റും. ഈ രീതിയിൽ 30-ലധികം സീറ്റായി ഉയർത്തിക്കൊണ്ട് വീണ്ടും സർവീസ് നടത്താനാണ് തീരുമാനം. കാരണം 24 സീറ്റാക്കി സർവീസ് നടത്തിയിട്ട് ഒരു റൂട്ടിൽ തന്നെ പോയിട്ടും ഒരു ദിവസം പോലും ലാഭത്തിലോടാൻ ഈ ബസ്സിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും CPM നേതാവ് അടക്കം പറഞ്ഞതുപോലെ ഇതൊരു മ്യൂസിയത്തിൽ ഇനിയും പണം വേണ്ടിവരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാലും ഈ കൂടുതൽ സീറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബസ് കൂടുതൽ ജനകീയമാക്കുക എന്നുള്ള ലക്ഷ്യമാണോ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ദീർഘദൂര സർവീസുകൾക്ക് മാത്രമേ ഇത് ഓടിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ലക്ഷറി ടാക്സ് ഇതിലും നിലനിൽക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രക്കാരെ കയറ്റിയാൽ കുറച്ചെങ്കിലും ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് KSRTCയുടെ ഒരു വിലയിരുത്തൽ. അല്ല എങ്കിൽ KSRTCക്ക് വലിയ ബാധ്യത വന്നാൽ KSRTCക്ക് ഈ ബസ് ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. എന്നാൽ സർക്കാരിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് കാര്യവും കൂടിയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ എല്ലാ മന്ത്രിമാരും തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ, തിരുവനന്തപുരത്ത് കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ഈ ബസ്സിൽ സാധാരണക്കാർക്ക് ഇനി യാത്ര ചെയ്യാം, ഇത് KSRTC കൈമാറാം. എന്നാൽ KSRTC ഇത് ഓടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് അവർക്ക് വലിയ ബാധ്യതയായി വന്നു. ആ സാഹചര്യത്തിൽ ആ ബാധ്യത എങ്ങനെ കുറയ്ക്കാമെന്നുള്ള ചിന്തയാണ് വീണ്ടും പണം മുടക്കി ഏകദേശം 7-8 ലക്ഷം രൂപയോളം മുടക്കിയാണ് വീണ്ടും ഇതിപ്പോൾ പണിയാൻ പോകുന്നത്. അത് ജോലികൾ പൂർത്തിയായിട്ട് അതിൻ്റെ എത്രത്തോളം തുക ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. എന്നാലും 64 ലക്ഷം രൂപ മുടക്കി അതിൻ്റെ ബോഡിയും ഇൻറ്റീരിയറും നിർമ്മിച്ച ആ ബസ്സിൽ ഇത് രണ്ടാം തവണ വീണ്ടും പൊളിച്ചു പണിയിലേക്ക് കടക്കുന്നു. വീണ്ടും തുക അതിൽ ചെലവഴിക്കുന്നു. 1 വർഷമാകുന്നതിന് മുൻപ് തന്നെ ഇത് 2 തവണ വർക്ക്ഷോപ്പിൽ കയറ്റുന്നു, അത് പൊളിച്ചു പണിയുന്നു. ഈ തുകയെല്ലാം 64 ലക്ഷം രൂപ മുടക്കി ലക്ഷറി ടാക്സിൻ്റെ പരിധിയിൽ വരുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും അതും യാത്രക്കാർ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അത് ലാഭകരമായി ഓടിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തുന്നു. എന്തായാലും നവകേരള ബസ് അത് ഇപ്പോൾ അധിക സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സീറ്റുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.